എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെയും അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണല്ലേ ഇപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇഗ്നോ സ്റ്റുഡൻസും ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസൊക്കെ ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മന്ത് തൊട്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത മന്ത് വരെ ഇനി മീൻസ് ഈ നവംബർ വരെ നമുക്ക് ഇനി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം രജിസ്ട്രേഷനൊക്കെ ശേഷം കൂടുതൽ ഇഗ്നോ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാതിരുന്നാൽ കുഴപ്പമുണ്ടോ, അല്ല എക്സാം ഫീ അടച്ചിട്ട് എക്സാം എഴുതാതിരുന്നാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ നമുക്ക് എക്സാം എഴുതാൻ ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ അടുത്തിനി എപ്പോഴാണ് എക്സാം എഴുതാൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് ഈ ഒരു വീക്ക് ഇഗ്നോ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് ഡൗട്ട്സുകളായിട്ട് മെസ്സേജസ് വന്നിട്ടുള്ളത്. സോ 2025 ഡിസംബറിലെ ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഇഗ്നോ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. അതിലൊന്ന് ഡിസംബർ മാസവും മറ്റൊന്ന് ജൂൺ മാസവുമാണ്. അപ്പോൾ ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലുമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ നിങ്ങളിപ്പോൾ എക്സാം ഫീ ഒക്കെ അടച്ചു, അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തു, എക്സാം ഡിസംബറിലാണല്ലേ. അപ്പോൾ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുവാണ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാരണം എക്സാമിന് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. മീൻസ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ അക്കാഡമിക് കരിയറിനെ ബാധിക്കില്ല. ഏതെങ്കിലും സബ്ജക്റ്റ് എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന ജൂൺ എക്സാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെൻഡിങ് ഉള്ള ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിസംബർ കഴിഞ്ഞ് ജൂണിൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ആ ഒരു എക്സാം കവർ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റുഡൻറ്റിന് വരുന്ന ഡൗട്ടാണ്, നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ഫീ നമ്മൾ അടയ്ക്കുന്നുണ്ടല്ലേ രജിസ്ട്രേഷൻ ടൈമിൽ. ഇപ്പോൾ തിയറി പേപ്പറിനാണെങ്കിൽ 200 റുപ്പീസ് പെർ സബ്ജക്റ്റാണ് എക്സാം ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീ അടച്ചിട്ട് നമ്മൾ എക്സാം എഴുതാതിരുന്നാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഫീ റീഫണ്ട് ആവുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഈ ഒരു ഫീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്യുന്നത് ഡിസംബർ എന്നുള്ള ആ ഒരു സെക്ഷനിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീ അടച്ചിട്ട് എക്സാം എഴുതാതിരുന്നാൽ അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിഴവല്ലല്ലോ, സ്റ്റുഡൻറ്റിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാതിരുന്നാൽ ആ ഒരു ഫീ നിങ്ങൾക്ക് റീഫണ്ടും കിട്ടില്ല, അടുത്ത സെക്ഷനിലേക്ക് ആ ഒരു ഫീസ് പോവുകയും ഇല്ല. ഓക്കെ, ഫീ അവിടെ നിന്ന് പോയി എന്ന് കരുതുക കേട്ടോ. ഇനി അടുത്തിന് നിങ്ങൾ ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നേന്ന് എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്താലേ ജൂണിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജൂണിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഡിസംബറിൽ എഴുതുക, ഡിസംബറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ജൂണിൽ എഴുതുക. അങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ വരുന്നൊരു ഡൗട്ടാണ്, അസൈൻമെൻറ്റുകൾ നമ്മൾ ഇപ്പോൾ വയ്ക്കുകയാണല്ലേ, ഈ ഒരു സെക്ഷനിൽ അസൈൻമെൻറ്റ് വച്ചിട്ടാണ് എക്സാം എഴുതാതിരിക്കുന്നത്, എന്നിട്ട് നമ്മൾ ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഒന്നേന്ന് അതാത് സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റുകൾ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കൂടുതൽ കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ട്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ഒറ്റ തവണ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾ വയ്ക്കുന്ന സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റിജക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഫെയിൽ ആവുകയോ ചെയ്താൽ മാത്രമേ ആ സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് റീസബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇതാണല്ലോ അസൈൻമെൻറ്റ് സബ്മിഷൻ സമയം. ഈ സമയത്ത് അസൈൻമെൻറ്റ് വച്ചു, എക്സാം എഴുതുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അസൈൻമെൻറ്റിൻ്റെ മാർക്കുകൾ അപ്ഡേറ്റ് ആയിക്കോളും. ഒരു 2-3 മാസം കഴിയുമ്പോൾ അസൈൻമെൻറ്റ് റിസൾട്ടുകൾ വരും. എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡ് ത്രൂ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്നാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് അന്ന് എക്സാം എഴുതി ക്ലിയർ ചെയ്യുക. പക്ഷേ അസൈൻമെൻറ്റും എക്സാമും നിങ്ങൾ കവർ ചെയ്ത് രണ്ടും പാസ്സായാൽ മാത്രമേ ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. മീൻസ് അത് പാസ്സാവുള്ളൂ ആ ഒരു സബ്ജക്റ്റ്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു ഡൗട്ടാണ്, അസൈൻമെൻറ്റുകൾ വയ്ക്കാതെ എക്സാം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഉത്തരത്തിൽ പറയാൻ പറ്റുന്നത് അസൈൻമെൻറ്റ് വയ്ക്കാതെ എക്സാം എഴുതാൻ പാടില്ല എന്നാണ്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആരെടുത്ത് ചോദിച്ചാലും അവരെല്ലാവരും പറയും അസൈൻമെൻറ്റ് വെച്ചാലേ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. ഓൾസോ നമ്മൾ എക്സാം ഫീ അടയ്ക്കുന്ന ആ ഒരു എക്സാം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഉണ്ടല്ലോ, ആ ഒരു ഫോമിൽ നമ്മൾ ഓൾസോ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ്? എക്സാമിന് മുമ്പ് നമ്മൾ എന്തായാലും അസൈൻമെൻറ്റ് വയ്ക്കും എന്ന് നമ്മളൊരു കൺഫർമേഷൻ കൊടുത്തിട്ടാണ് എക്സാം രജിസ്ട്രേഷൻ പോലും ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ ചില സ്റ്റുഡൻസ്, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ഓരോ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് ചില സ്റ്റുഡൻസ് എങ്കിലും ഓൺ ടൈം അസൈൻമെൻറ്റ് വയ്ക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. മീൻസ് അസൈൻമെൻറ്റുകൾ ഇപ്പോൾ കറക്റ്റ് സമയത്ത് വയ്ക്കാതെ എക്സാം അവർ എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് സമയം കിട്ടുന്ന ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും വേറെ പ്രോബ്ലം വന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ആർക്കും ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ അസൈൻമെൻറ്റ് വെക്കുമ്പോൾ മാർക്കുകൾ അവിടെ അപ്ഡേറ്റ് ആവും, എക്സാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കും കംപ്ലീറ്റ് ആവും. രണ്ടും ഓക്കെ ആയി, രണ്ടും പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും.
ഓക്കെ, സബ്ജക്റ്റ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് പ്രൊസീജിയേഴ്സ് വരുന്നത്. പക്ഷേ നിങ്ങൾ മാക്സിമം എക്സാമിന് മുമ്പ് തന്നെ അസൈൻമെൻറ്റുകൾ വയ്ക്കാൻ നോക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അസൈൻമെൻറ്റ് എക്സാമിന് മുമ്പ് വയ്ക്കണമെന്നുള്ളത്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും പറയുന്ന കേട്ട് അസൈൻമെൻറ്റുകളൊക്കെ വയ്ക്കാതെ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ്, ആരൊക്കെ അസൈൻമെൻറ്റ് വയ്ക്കാതെ എക്സാം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എതിർത്തുകൊണ്ട് ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഇതൊക്കെ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മേ ബി വേറെ പ്രശ്നങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണല്ലോ. സോ എപ്പോഴും നിങ്ങൾ ആസ് എ റെസ്പോൺസിബിൾ ഇഗ്നോ സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി പറയുന്നത് പോലെ അസൈൻമെൻറ്റുകൾ വെച്ചിട്ട് എക്സാം എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങളും പറയുന്ന കാര്യമാണ് എപ്പോഴും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ എക്സാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാവുന്നതാണ്. നിങ്ങളൊരു 5 സബ്ജക്റ്റാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്തത്, അതിൽ 4 എക്സാമിന് പോയി എഴുതി, ഒരെണ്ണം മാത്രമാണ് എഴുതാൻ പറ്റാത്ത സാഹചര്യം വന്നാലും ആ പെൻഡിങ്ങുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് നെക്സ്റ്റ് ജൂണിൽ എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സപ്ലൈ എക്സാം ആയി മാറുമെന്ന് പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട്. മീൻസ് ഇപ്പോൾ നമുക്ക് ഓൺ ടൈം എക്സാം എഴുതാതെ നെക്സ്റ്റ് സെക്ഷനിലൊക്കെയാണ് എഴുതുന്നതെങ്കിൽ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ആവുമോ എന്നുള്ളത്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സപ്ലൈ അങ്ങനെയുള്ള എക്സാം എന്നുള്ള ഒരു സംഭവമൊന്നും ഇല്ല കേട്ടോ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലാണ് സപ്ലൈ എക്സാം ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇഗ്നോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് സെക്ഷനിൽ എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ സപ്ലൈ എക്സാമിന് സെപ്പറേറ്റ് രജിസ്ട്രേഷനോ അഡീഷണൽ ഫീസോ ഒന്നുമില്ല. എക്സാം രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് പെൻഡിങ്ങുള്ള എക്സാംസ് അതിനോടൊപ്പം രജിസ്റ്റർ ചെയ്താലും മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമും അസൈൻമെൻറ്റൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ വയ്ക്കുക കേട്ടോ. അതാത് സെക്ഷനിൽ തന്നെ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എക്സാം എഴുതിയാലും അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്താലും ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ ചിലപ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ സമയം എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ എക്സാം എഴുതാതെ 1 വർഷമൊക്കെ കഴിഞ്ഞാണ് എക്സാം എഴുതുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, റിസൾട്ടുകൾ വരാനും താമസം എടുക്കും. റിസൾട്ട് വരാൻ താമസം എടുത്താൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനും താമസം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുന്ന ഈ ഒരു കാര്യം ഒരു കുട്ടികളെയും പ്രൊമോട്ട് ചെയ്യില്ല. കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ എക്സാമൊക്കെ എഴുതാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം എക്സാം സ്കിപ്പ് ചെയ്ത് അടുത്ത ജൂണിൽ എഴുതുക. സോ അസൈൻമെൻറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇഗ്നോ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.